മീഡിയ വൺ കള്ളം പറയുകയാണ്. പരോളല്ല, സ്പെഷ്യൽ ലീവ്, എമർജൻസി ലീവാണ്. എന്ത് കുന്തം ആകട്ടെ, ഈ ശിശു പീഡകൻ ഇപ്പോൾ പുറത്ത് കിടക്കുകയാണ്. പാലത്തായി ക്യാപ്സ്യൂളായിട്ട് വരുന്ന കാര്യം എന്താണ്? മീഡിയ വൺ കള്ളം പറയുന്നു. ഇത് തന്നെയാണ് നേരത്തെ കോടതി വിധിയുടെ സമയത്ത് കോടതി വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയുടെ വീഴ്ചയെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ച കാര്യം അപ്പടി വാർത്തയാക്കിയതിൻ്റെ പേരിൽ മീഡിയ വണ്ണെതിരെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചാരണം നടത്തുകയാണ് CPMൻ്റെ ഹാൻഡിലുകൾ ചെയ്തത്. ഇന്നെന്താണ് നടക്കുന്നത്? മീഡിയ വൺ കള്ളം പറയുന്നു. എന്താ കള്ളം എന്നറിയോ? അത് പരോളല്ല, സ്പെഷ്യൽ ലീവാണ്. എൻ്റെ ഹർഷിനയുടെ വയറ്റിൽ നിന്ന് കത്രി കിട്ടിയപ്പോൾ അത് നമ്മൾ വാർത്ത ചെയ്തപ്പം ഇതേ ക്യാപ്സ്യൂളാണ് വിതരണം ചെയ്തത്. അത് കത്രികയല്ല, ഫോർസെപ്സാണ്. ഈ ജാതി ഊളത്തരം ഇതാണ് ഇവരുടെ സംസ്ഥാന തലത്തിൽ വലിയ സംവിധാനങ്ങളോടുകൂടി എന്തോ സൈബർ സെല്ല് പ്രവർത്തിക്കുന്നു, മഹാന്മാരായുള്ള പത്രപ്രവർത്തകർ അത് നേതൃത്വം കൊടുക്കുന്നതൊക്കെ പറഞ്ഞ് ഈ ജാതി ക്യാപ്സ്യൂളുകളാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ ഇത് പരോളല്ല. മീഡിയ വൺ കള്ളം പറയുകയാണ്. പരോളല്ല, സ്പെഷ്യൽ ലീവ്, എമർജൻസി ലീവാണ്. എന്ത് കുന്തം ആകട്ടെ, ഈ ശിശു പീഡകൻ ഇപ്പോൾ പുറത്ത് കിടക്കുകയാണ്, ജയിലിന് പുറത്ത് കിടക്കുകയാണ്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന സമയത്താണ് ഒരു ശിശു പീഡകനായുള്ള BJP നേതാവ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൊരു BJP നേതാവ് പുറത്ത് കിടക്കുകയാണ്. അത് നിങ്ങൾ സ്പെഷ്യൽ ലീവെന്നോ പരോളെന്നോ വേറെ എന്ത് കുന്തമെന്ന് വിളിക്കൂ. പക്ഷേ ഹീസ് ഔട്ട് നൗ. ഇതിന് മറുപടി പറയണം. പക്ഷേ ഈ ചോദ്യങ്ങളോട് മറുപടി പറയാൻ പറ്റാതിരിക്കുകയും ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമ സ്ഥാപനത്തെ ആക്രമിക്കുക, വർഗീയത പറഞ്ഞു വരുത്തുക, ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മാരകമായി നിൽക്കുന്നൊരു ഏരിയ എവിടെയാണെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പുമായി, പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ്. അത് തന്നെയാണ് ഇതിനകത്തും കാണാൻ പറ്റുന്നത്. ഈ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുന്നു. അവസാനം അങ്ങേര് ജയിലിലെത്തിയതിന് ശേഷവും രക്ഷാകവചം ഒരുക്കുകയാണ്.